കുട്ടികൾ അധ്യാപകർക്ക് പാദപൂജ ചെയ്യുന്ന ഒരു കാര്യം വലിയ തെറ്റായിട്ടാണ് CPM കാണുന്നത്. അതേസമയം അവരുടെ കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തിൽ ഒരു കൊലക്കേസ് പ്രതി, അതും ജീവപര്യന്തം തടവിനായി ശിക്ഷിച്ച ഒരു കൊലക്കേസ് പ്രതി ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും CPM എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതാണ് ശരി, ഏതാണ് തെറ്റ്? കാക്ക കുളിച്ചാൽ കൊക്കാകില്ല, CPM തന്നെ എന്ന് അത് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. അതായത് വിദ്യാർത്ഥികൾ അധ്യാപകരെ ശുശ്രൂഷിച്ച് സേവനം ചെയ്ത് അവരിൽ നിന്ന് വിദ്യ നേടുന്ന ഒരു പാരമ്പര്യം, അതൊരു ഭാരതീയ പാരമ്പര്യമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നവരാത്രി കാലത്ത് എഴുത്തിനിരുത്തുന്നത്, ഇപ്പോൾ അതൊക്കെ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ പോലും, അതെ പിണറായി വിജയൻ തന്നെ. ഞാൻ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവി ഓർത്തിങ്ങനെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ സാർവത്രികമായി. അപ്പോൾ അത്തരത്തിലൊന്നാണ് ഈ പാദപൂജ. അധ്യാപകരെ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് അവരെ ആരതി ഒഴിയുന്ന ഒരു ചടങ്ങാണ്. അത് ഗുരുപൂർണിമ ദിനത്തിൽ സാധാരണ ചെയ്യാറുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ അത് നടക്കുന്നുണ്ട്. അത് കേരളത്തിലും RSSൻ്റെ സ്കൂളുകളിൽ അത് നടത്തി എന്നുള്ളതാണ് CPM പറയുന്ന ഒരു വലിയ കുറ്റം. പക്ഷേ CPMൻ്റെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ബാലസംഘം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ബാലസംഘം കുട്ടികളെ ശാസ്ത്രാഭിരുചിയുള്ളവരാക്കി, യുക്തിബോധമുള്ളവരാക്കി, ഭാവിയിൽ കമ്മ്യൂണിസ്റ്റുകാരാക്കി വളർത്താൻ വേണ്ടുന്ന ഒരു ഒരു വളരെ ചെറുപ്പത്തിലേ തുടങ്ങുന്ന പരിശീലനമാണ്. അവിടേക്ക് ഒരു കൊലക്കേസ് പ്രതി, അതും ഒരു കൊലക്കേസല്ല, ഒന്നിലധികം കൊലക്കേസുകളിൽ പ്രതിയായ ആൾ, 2018 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ ഇപ്പോൾ പരോളിലോ ജാമ്യത്തിലോ എന്തോ ആണ്, അത് കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്തായാലും 2018 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടയാളാണ്. ആ കൊലക്കേസ് പ്രതി കുട്ടികളുടെ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുന്നു, കുട്ടികളോടൊപ്പം പാടുന്നു, ആടുന്നു, വലിയ ബഹളം. പരോളിലായിരിക്കും, കാരണം 2018 അല്ലേ. പരോൾ പ്രതി അല്ല, ജാമ്യത്തിലും ആകാം. അത് ഹൈക്കോടതിയിലേക്കൊക്കെ അപ്പീൽ കൊടുത്തിട്ട് ജാമ്യത്തിൽ കഴിയുന്നതും ആകാം. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ കൊലക്കേസ് പ്രതി വന്ന് പങ്കെടുക്കുന്നതിൽ ഒരു കുറ്റവുമില്ല. ഇയാൾ ഒരു 2008 ഒരു BJP പ്രവർത്തകനെ, നിഖിൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ ലോറിയിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിക്കുകയും നിഖിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പുറകെ പോയി വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഈ കേസിലെ 1-ാം പ്രതിയാണ് ഈ പറഞ്ഞ മഹാൻ. ഇയാൾ അറിയപ്പെടുന്നത് തന്നെ, ഇയാളുടെ പേര് ശ്രീജിത്ത് എന്നാണെങ്കിലും അറിയപ്പെടുന്നത് ടെൻഷൻ ശ്രീജിത്ത് എന്നാണ്. ടെൻഷൻ ശ്രീജിത്ത് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇയാളെ കോടതി 2018 ശ്രീജിത്ത് ഉൾപ്പെടെ 5 CPM പ്രവർത്തകരെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. ആ കേസിലാണ് ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത്. ഇനി മറ്റൊരു BJP പ്രവർത്തകൻ, കുന്നോത്തുപറമ്പിലെ KC രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4-ാം പ്രതിയാണ് ഇയാൾ. അതുപോലെ തന്നെ കായലോട് ഉള്ളൊരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട് കയറി ആക്രമിക്കുകയും ആ കോൺഗ്രസ് പ്രവർത്തകനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഈ ടെൻഷൻ ശ്രീജിത്ത്. ഇങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു CPM ഗുണ്ട എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരാൾ, അത് ഏത് സംഘടനയുടെ, അതിനി നാളെ BJPയുടേതാകട്ടെ, കോൺഗ്രസിൻ്റെതാകട്ടെ, ഏത് സംഘടന, രാഷ്ട്രീയമുള്ളവരുടെയോ രാഷ്ട്രീയമില്ലാത്തവരുടെയോ ആകട്ടെ, ഏത് സംഘടനയുടേതാണെങ്കിലും ശരി, ഒരു കൊലക്കേസ് പ്രതി, അതും കുട്ടികളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഒരു സംശയമില്ല. CPMകാർ ചെയ്തതുകൊണ്ട് തെറ്റ് ശരിയാകില്ല, കോൺഗ്രസ്സുകാർ ചെയ്തതുകൊണ്ട് തെറ്റ് ശരിയാകില്ല, BJPക്കാർ ചെയ്തതുകൊണ്ട് തെറ്റ് ശരിയാകില്ല. അത് തീർത്തും നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ ഈ ടെൻഷൻ ശ്രീജിത്തിനെ അവിടുത്തെ CPMൻ്റെ ജില്ലാ നേതാക്കൾ കൊണ്ട് നടന്ന് ആഘോഷിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഇത് ഈ ശ്രീജിത്തിൻ്റെ വീട് പാലുകാച്ച്. ആ പാലുകാച്ച് CPM നേതാക്കൾ പറയുന്നത് എന്താണ്? ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നപ്പോഴും പറഞ്ഞതാണ്, ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധവുമില്ല, അത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ചെയ്തതാണ്, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ കുറച്ചുപേരെ അങ്ങ് പുറത്താക്കും, എന്നിട്ട് ഡമ്മി പ്രതികളെ കൊടുക്കും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിന് ആദ്യമായിട്ടൊരു മാറ്റം ഉണ്ടായത് TP ചന്ദ്രശേഖരൻ കൊലക്കേസിലാണ്. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് 2 പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഒന്ന് അന്ന് ADGP ആയിരുന്ന സെൻകുമാർ സാറിനോട്, മറ്റൊന്ന് ആ കേസ് അന്വേഷിച്ച ഷറഫ് അലി എന്ന് പറയുന്ന
പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഈ രണ്ടുപേരുമാണ് ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ വളരെ കൃത്യമായിട്ട് പ്രതികളെ പിടികൂടിയത്. ഇപ്പോൾ ഈ സന്ദർഭങ്ങളിലും അവർ പറയുന്നത് ടെൻഷൻ ശ്രീജിത്ത് ഒരു പ്രതിയെ അല്ല, അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതെ, അയാളുടെ വീട് പാലുകാച്ചിന് പോകുന്നത് ആരൊക്കെ? പി ജയരാജൻ, MV ജയരാജൻ തുടങ്ങിയ CPMന്റെ കണ്ണൂർ ജില്ലയിലെ കിരീടം വയ്ക്കാത്ത എല്ലാ രാജാക്കന്മാരും അയാളുടെ വീട് പാലുകാച്ചിന് ആ ചടങ്ങിൽ പങ്കെടുത്തു. അതൊക്കെ അവരുടെ ആവശ്യം. പക്ഷെ അവർ നൽകുന്ന സന്ദേശം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം CPMനെ സംബന്ധിച്ച് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലിലെത്തി നിൽക്കുമ്പോഴാണ് നാദാപുരത്ത് ഒഞ്ചിയത്ത് TP ചന്ദ്രശേഖരനെ അർദ്ധരാത്രിയിൽ പോയി വെട്ടിക്കൊല്ലുന്നത്. TP ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ് പാർട്ടിയിലെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ P സതീദേവി എന്ന് പറയുന്ന CPMന്റെ സ്ഥാനാർത്ഥി വലിയ മാർജിനിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് തോറ്റു. അതിന് കാരണം ഇയാളാണ്, TP ചന്ദ്രശേഖരനാണെന്നാണ് CPM പറയുന്നത്. അങ്ങനെ നിരവധി കുറ്റങ്ങൾ CPMന്റെ നോട്ടത്തിൽ നിരവധി കുറ്റങ്ങൾ ചെയ്ത TP ചന്ദ്രശേഖരനെ ഉന്മൂലനം ചെയ്യുക, അതാണ് പാർട്ടി നയം. കമ്മ്യൂണിസ്റ്റുകളുടെ നയം അതാണ്. ഉന്മൂലന സിദ്ധാന്തത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും ഉന്മൂലന സിദ്ധാന്തം നടപ്പാക്കുന്നവർ പാർട്ടി കേഡർമാരാണ്. അവർ ഗുണ്ടകളല്ല, അവർ ക്രിമിനലുകളല്ല, അവർ സ്വാതന്ത്ര്യ പോരാളികളാണ്, അവർ സോഷ്യലിസ്റ്റുകളാണ്, അവർ കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊക്കെ ശരിയായിരിക്കും നമുക്കറിയില്ല. പക്ഷെ പൊതുസമൂഹത്തിന് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ, നിയമവാഴ്ചയുള്ളൊരു രാഷ്ട്രത്തിൽ ഇതൊന്നും ഒരു നല്ല കാര്യമായിട്ടല്ല വ്യാഖ്യാനിക്കുന്നത്. അതും കൊച്ചു കുട്ടികൾക്ക് ഇതുപോലെയുള്ള അതിക്രൂരന്മാരായ മനുഷ്യർ, ആൾക്കാരെ വെട്ടാനും കുത്താനും കൊല്ലാനും ഒന്നും മടിയില്ലാത്ത മനുഷ്യരുടെ അവരെ കൊണ്ടുവന്ന് ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കുക, അവരെ അവിടെ കുട്ടികളോടൊപ്പം ആടാനും പാടാനും അനുവദിക്കുക, ഇതൊക്കെ ഈ നല്ല മാതൃകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. CPMനെ സംബന്ധിച്ച് അത് നല്ല മാതൃകയായിരിക്കാം. നമുക്ക് വളർന്നു വരുന്ന തലമുറയുടെ കാര്യം ആലോചിക്കണം. ഞാനതാണ്, വളർന്നു വരുന്ന ഒരു തലമുറ ഈ കൊച്ചു കുട്ടികളുടെ മുന്നിലിട്ട് ഒരു അധ്യാപകനെ കഴുത്ത് വെട്ടി കൊല്ലാൻ മടിക്കാത്ത നിഷ്ഠൂരതയുടെ പേരാണ് CPM. KT ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ. ഈ KT ജയകൃഷ്ണനുമായിട്ട് എന്ത് രാഷ്ട്രീയ വിരോധം ഉണ്ടായിക്കോട്ടെ, KT ജയകൃഷ്ണൻ ഇനി ഒരു കൊടും കുറ്റവാളിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ നാട്ടിൽ കോടതിയുണ്ട്, നിയമവാഴ്ചയുണ്ട്. നിയമപരമായിട്ട് ആ വ്യക്തിയെ നിയമത്തിൻ്റെ മുന്നിലെത്തിച്ച് നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാം. അതിനാണ് ഈ രാജ്യത്ത് എല്ലാവരും കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചോരയ്ക്ക് ചോര എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ പിന്നെ ഇവിടെ നിയമവാഴ്ച എന്തിന്? ഇവിടെ എന്തിനാണ് ഈ പോലീസും കോടതിയും ഈ സംവിധാനവും ഒക്കെ? അപ്പോൾ അങ്ങനെ ഒരു അധ്യാപകനെ കൊച്ചു കുട്ടികളുടെ മുന്നിലിട്ട്, ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനെ കുട്ടികളുടെ മുന്നിലിട്ടാണ് വെട്ടിക്കൊല്ലുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു എന്താ പറയാ, അതിനെ സംസ്കാരം എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊരു കുസംസ്കാരമാണ്. അങ്ങനെയുള്ള ഒന്നിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കണം? അവർക്ക് എന്ത് പ്രതിബദ്ധതയാണ് സമൂഹത്തിനോടുള്ളത്? അതും അവരുടെ പാർട്ടി ഭരിക്കുന്ന കാലത്ത്, അവർ ഭരിക്കുന്ന കാലത്താണ് പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ കാര്യം ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ രാഷ്ട്രീയ വൈരമാണ്, നിങ്ങൾ പ്രതികാരം ചെയ്തതാണ്, എന്തൊക്കെ പറഞ്ഞാലും ശരി, കൊച്ചുകുട്ടികളുടെ മുന്നിലിട്ട് സ്കൂളിനകത്ത് വെച്ച്, സരസ്വതി ക്ഷേത്രത്തിൽ വെച്ച് ഒരു അധ്യാപകനെ കഴുത്ത് വെട്ടി കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നിന്ദ്യവും നീചവുമായൊരു കൃത്യം ലോകത്ത് വേറെയില്ല. അത്ര വൃത്തികെട്ട, അത്ര നിഷ്ഠൂരമായ, അത്ര എന്താ പറയുക, ക്രൂരമായ ഒന്നാണ് ആ സംഭവം. അങ്ങനെയുള്ളവർ ഈ കൊച്ചുകുട്ടികളുടെ അടുക്കൽ, കാരണം ഭാവിയിൽ നിങ്ങളും ടെൻഷൻ ശ്രീജിത്തിനെ പോലെയായി വരണം. കാരണം അവർക്ക് ആവശ്യം അങ്ങനെയാണ്. പാർട്ടിക്ക് ഗുണ്ടകളും ഈ അവരുടെ നിർദ്ദേശങ്ങൾ, നേതാക്കളുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ കഴിയുന്ന, നടപ്പാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ഗുണ്ടകളെയാണ് ആവശ്യം എന്നാണ് ഇതിൽ നിന്ന് അവർ നൽകുന്ന സന്ദേശം. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഇനി മറ്റുള്ളവർക്ക് എന്താണ് അതിൽ നിന്ന് തോന്നുന്നതെന്ന് എനിക്ക് അറിയില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ സംഭവം കാണുമ്പോൾ അതിനെ ഇങ്ങനെ വിശകലനം ചെയ്യാനേ കഴിയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.